മോഹൻലാൽ ഒരു ചാനൽ പ്രോഗ്രാമിൽ പറഞ്ഞ തന്റെ സുഹൃത്തിന്റെ പാരാനോമൽ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ പ്രചരിക്കുന്ന ഓഡിയോ ക്ലിപ്പാണിത്. പെട്ടെന്നൊരു സ്ത്രീ രാത്രി വന്ന് വെള്ളം ചോദിച്ചു കൊടുത്തില്ല, അവരിനിയും പുറത്ത് വല്ലതും വീണോ അല്ലെങ്കിൽ എന്ത് പറ്റിയെന്നൊക്കെ അറിയാൻ ഇയാൾ എന്താണെന്ന് ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. അതിൽ വെച്ചാൽ എന്താ ചോദിച്ചപ്പോൾ ഇല്ല ഒന്നുമില്ല. അല്ല എന്താ പറയൂ, എന്താ പ്രശ്നം ചോദിച്ചാൽ പറഞ്ഞു, അല്ല എൻ്റെ അടുത്തൊരു സ്ത്രീ വന്നിങ്ങനെ ഒരു കുപ്പി വെള്ളം ചോദിച്ചു, വെള്ളം കുടിക്കാൻ. പക്ഷേ ഞാൻ അത് എടുത്തുകൊണ്ട് ജസ്റ്റ് തിരിഞ്ഞ് നോക്കിയപ്പോൾ അവരെ കണ്ടില്ല. അവർ ഇത് ഏതെങ്കിലും ഒരു കുപ്പിയിലുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും വെള്ളം, അതുകൊണ്ട് ഞാൻ ഈ ബോട്ടിലായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ച് ചോദിച്ചു, ഇങ്ങനെ മുടിയൊക്കെ ബോബ് ചെയ്ത ഒരു സ്ത്രീയാണെന്ന് ചോദിച്ചു. അപ്പോൾ അതെ, കണ്ണാടിയൊക്കെ വെച്ചാൽ അതെ, അവരൊരു ഗ്രീൻ സാരിയാണ് കൊടുത്തിരിക്കുന്നത്. അതെ. അപ്പോൾ അയാൾ ഇങ്ങനെ കുറേ സമയം നോക്കി പറഞ്ഞു, അതെൻ്റെ ഭാര്യയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, ഭാര്യയാണ്, എവിടെയാണ്? അയാൾ പറഞ്ഞു, ഇതിൻ്റെ പുറകിൽ അവരെന്നാ ബ്രേക്ക് വാൻ എന്നാണ് പറയുന്നത്. അവർ മരിച്ചിട്ട് അവരെ മദ്രാസിൽ നിന്ന് അവർ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോകാൻ ആ കോഫിൻ്റെ അകത്ത് അവർ കിടന്നു. ഇയാൾ പറയാണ്, ഇത് വിശ്വസിക്കാൻ പറ്റുമോ? കാര്യം ഇത്രയും പച്ച സാരി, കണ്ണാടി, മുടി ബോബ് ചെയ്ത് വെള്ളം അന്വേഷിച്ചിരിക്കുകയാണ്. അതേ തൊട്ടപ്പുറത്താണ് അവരുടെ ബ്രേക്ക് വാനിലാണ് എന്നാൽ ഈ സാധനങ്ങൾ വെക്കുന്നതിൻ്റെ കൂടാണ് ഈ കോഫിൻ വെച്ചിരിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലുള്ള എന്താണ് ആ സ്ത്രീയാണ് ഇവിടെ കിടന്നത്. ഒരു ചാനൽ പ്രോഗ്രാമിൽ മോഹൻലാൽ തന്റെ കൂട്ടുകാരനുണ്ടായ പാരാനോമൽ എക്സ്പീരിയൻസ് വിവരിച്ചതായി പറയപ്പെടുന്നു. മോഹൻലാൽ പറയുന്ന ഈ കഥയുടെ സത്യാവസ്ഥ എത്രത്തോളമാണ് എന്നതും വ്യക്തമല്ല. പക്ഷേ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായ ഒരുപാട് പേർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മരിച്ചവരെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നവർ, മരിച്ചവരെ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നവർ, അങ്ങനെ ആത്മാവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നവർ. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും.